മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഫിലിപ്പിയർ 3:1 ലെറ്റർ ടു ഫിലിപ്പിയർ ചാപ്റ്റർ 3 വേഴ്സ് 1. എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന ഒരനുഗ്രഹമാണ്. അധ്വാനിക്കുവാൻ പ്രാപ്തിയും താല്പര്യവും ഉണ്ടാകണമെങ്കിൽ സന്തോഷം ആവശ്യമാണ്. മ്ലാനമനസ്കർ ജോലിയിൽ വിരസരായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് സന്തോഷമില്ലാതാകാറുണ്ട്. ചിലർക്ക് ആരോഗ്യം നശിക്കുന്നതാവാം, സാഹചര്യങ്ങൾ വിപരീതമാകുന്നതാവാം, പണസംബന്ധമായി ബുദ്ധിമുട്ടുകയോ ചെയ്താൽ നമുക്ക് സന്തോഷമില്ലാതാകും. ഒരു കാരണവശാലും ഇല്ലാതാക്കുവാൻ സാധിക്കാത്ത സന്തോഷം കർത്താവായ ഈശോയുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവർക്ക് ലഭിക്കുന്നു. ആ സന്തോഷം നമുക്കുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ സന്തോഷപൂർണമായിരിക്കും. വിഷമമേറിയ പ്രവൃത്തികൾ നിർവഹിക്കുവാൻ നാം പ്രാപ്തരാകുന്നത് അവിടെ സന്തോഷം ലഭിക്കുന്നതിനാലാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ വളരെ കായക്ലേശം അനുഭവിക്കുന്നെങ്കിലും അവർ അതിൽ ആനന്ദം അനുഭവിക്കുന്നതിനാൽ പ്രയാസപ്പെടുന്നതിന് മടിക്കുന്നില്ല. ഉറക്കമിളച്ചു വായിക്കുവാനും എഴുതുവാനും സാധിക്കുന്നത് അതിൽ സന്തോഷമുള്ളതുകൊണ്ടാണ്. ജീവിതത്തിൽ വിജയിച്ചവർ എല്ലാം അവരുടെ ജോലിയിൽ സന്തോഷം കണ്ടെത്തിയവരാണ്. ഹൃദയവിശുദ്ധിയോടെ ജീവിതം നയിക്കുന്നവർക്ക് ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കും. അത് നിത്യമാണ്. സകല ദുഃഖത്തെയും അത് സന്തോഷമായി രൂപപ്പെടുത്തും. നാം ഏറ്റവും ഭയപ്പെടുന്ന മരണം പോലും ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്ന അവസരമായി മാറും. പക്ഷേ നാം സ്വയം ശ്രമിച്ചാൽ കുറവില്ലാത്ത ജീവിതം നയിക്കുവാനോ ജീവിതം സമ്പൂർണമാക്കുവാനോ സാധിക്കുകയില്ല. ഈശോയ്ക്ക് മാത്രമേ നമ്മെ വിജയം നയിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തനാക്കാൻ സാധിക്കൂ. ഈശോയുടെ ഭരണത്തിന് സ്വയം സമർപ്പിക്കുന്നയാൾ ഈ ആനന്ദം അനുഭവിക്കുന്നു. ജീവിതം സന്തോഷമായി തീരും. കർത്താവായ ഈശോയോട് ചേർന്ന് അധ്വാനിക്കുന്നവർക്ക് ദൈവം പ്രത്യേക സമ്മാനമാണ് സന്തോഷത്തിലൂടെ നൽകുക. ജീവിതം ശരിയായി നയിക്കുവാൻ സന്തോഷം ആവശ്യമാണ്. അത് ഈശോയോടുള്ള ബന്ധത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.